ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഐലൻഡ് സർവൈവലിൻ്റെ 6ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ഒരു XP ഫാം ഉണ്ടാക്കാൻ പോവുകയാണ്. ഒരു സോംബി XP ഫാമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. 2-3 എപ്പിസോഡ് മുമ്പ് ഞാൻ ഒരു സോംബി സ്പോണർ കണ്ടുപിടിച്ചായിരുന്നു. ഓക്കെ, സോ അവിടെ പോയിട്ട് അതിനൊരു ഫാം ആക്കാൻ പോവുകയാണ് നമ്മളിന്ന്. അതിനുള്ള ഐറ്റംസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നോക്കി 4 ഐറ്റംസ് നോക്കി ഈ പെട്ടിക്കകത്തെല്ലാം ഉണ്ട്. വെറും 4 ഐറ്റംസേ ഉള്ളൂ. ഓക്കെ, നിങ്ങളിപ്പോൾ നോക്കുമ്പോൾ വലിയ രീതിക്ക് ഐറ്റംസ് ഒന്നുമില്ല, വെറും 4 ഐറ്റംസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഓക്കെ, ഞാൻ നോക്കിയപ്പോൾ അത്ര ഐറ്റംസേ വരുന്നുള്ളൂ കേസ്. ഓക്കെ, ഞാൻ തന്നെ ഞെട്ടിപ്പോയി. വേറെ 4 ഐറ്റംസ് കാരണം ഞാൻ ഉണ്ടാക്കിയിട്ട് കുറേ നാളായി. ഓക്കെ, ഇനി വേറെ ഐറ്റംസ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചെടുക്കാൻ പോകണം. ഓക്കെ, ഒരു സോംബി സ്പോണർ ഇരിക്കുന്നത് നമ്മുടെ മൈനിങ് ഏരിയക്കകത്താണ്. മൈനിങ് ഏരിയയിലല്ല, നമ്മുടെ ഒരു കേവിനകത്താണ്. ഓക്കെ, സ്പോണർ ഇരിക്കുന്നതിൻ്റെ കോർഡിനേറ്റ്സ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തായിരുന്നു. ഓക്കെ, ഞാൻ നോക്കിയിട്ട് എവിടെയാണ് നോക്കണ്ടേ. ഓക്കെ, കോഡ്സ് കിട്ടി 334, പിന്നെ 1147. ഓക്കെ, ഇത് എവിടെയാണ് നമുക്കൊന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, 334 പിന്നെ 334 അങ്ങോട്ടല്ലേ. ഓക്കെ, 334 കിട്ടി. ഇനി നമുക്ക് 1147 കണ്ടുപിടിക്കണം. അതിനി ഓപ്ഷൻ്റെ അടുത്ത് നടക്കുന്നതായിരിക്കും. ഓക്കെ, 1147. ഓക്കെ, കിട്ടി കഴിച്ചതാണ് 334, 1147. ഇനി ഇവിടുന്ന് താട്ട് ഒഴിക്കണം. ഓക്കെ, ഞാനൊന്ന് കുഴിച്ചിട്ട് എൻ്റെ സൈറ്റ് ഞാനിപ്പോൾ ചാകും. ഞാനിപ്പോൾ ചത്തില്ല. ഇനി ഇവിടെ താട്ട് ഒഴിക്കണം. പിക്കാക്സ് മിക്കവാറും പൊട്ടുമെന്ന് തോന്നുന്നു. അതിൽ വാട്ടർ ബക്കറ്റ് ഉണ്ടോ? കുഴപ്പമില്ല, തിരിച്ച് കയറി വരാൻ പറ്റും. ഇതിന് 60 ആയല്ലോ. ഒരു സെക്കൻഡ് തെറ്റിപ്പോയി കേസ്. 1147 1137 കേസ്. ഓക്കെ, അതിൽ ലെവൽ 15 ഇരിക്കുന്നത്. ഓക്കെ, സോ ഇത്രയും വരണ്ടായിരുന്നു. നമുക്കൊരു 15 ബ്ലോക്ക് കൂടെ മുകളിലോട്ട് വരട്ട് സൈഡിലോട്ട് വെച്ച് നോക്കാം. 15 ആയിട്ടുണ്ട്. നമുക്ക് മറ്റേ 1137 ഓടിക്കാം. ഇങ്ങോട്ടേക്ക് 17. അതാണ്ടിരിക്കുന്ന സ്പോണർ. ഓക്കെ, ഇതിൻ്റെ മോഡിൽ നിന്നാണ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തത്. ഓക്കെ, ഞാൻ ടോർച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പിക്കാക്സ് പൊട്ടാറായി. ഓക്കെ, ഇനി ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ വീട്ടിൽ പോയിട്ട് ഒരു പിക്കാക്സ് ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് നമുക്ക് ഈ ഒരു ഫാം ബിൽഡ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, ആദ്യം ഒന്ന് കംപ്ലീറ്റ് നിറച്ച് വെച്ചേക്കാം. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് എവിടെ നിന്നാണ് മേളിലോട്ട് കയറണമെന്ന് നോക്കണം. ഓക്കെ, ഞാൻ ഇതിലാണ് വന്നത്. ഓക്കെ, ഇവിടെ നിറച്ചേക്കാം. ഇനി നമുക്ക് തിരിച്ച് വീട്ടിൽ പോയിട്ട് നമുക്ക് ഒരു പിക്കാക്സ് ഒന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ, ഓക്കെ, ഞാൻ ഇങ്ങനെയൊക്കെ പുറത്തെത്തിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നിൽക്കട്ടെ. നമുക്ക് എങ്ങനെയും അകത്തേക്ക് കയറാനായിട്ട് ഒരു ചെറിയ സെറ്റപ്പ് സെറ്റ് ചെയ്യണം. ഓക്കെ, അടുത്ത നമ്മുടെ കിടന്ന് ഉറങ്ങിയിട്ട് വരാം. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ വഴിയിലാണെങ്കിൽ നമുക്ക് വേറൊരു വഴി നമുക്ക് പോകാൻ പറ്റും. നമുക്കൊരു സ്പോണറിലോട്ട്. പക്ഷേ അത് കുറച്ച് സീനാണ്, കുറേ മോപ്സൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിനൊക്കെ കുറച്ച് എളുപ്പ വഴിയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഒരു വഴി നോക്കാൻ പോകുന്നു. ഓക്കെ, ആ ഒരു വഴിയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഓക്കെ, ഒരു പിക്കാക്സ് ഉണ്ടാക്കാം. പുതിയൊരു ഡയമണ്ട് പിക്കാക്സ്. ഓക്കെ, സ്റ്റിക്ക് കൊണ്ട്
ഡയമണ്ട് സ്റ്റിക്ക് ഉണ്ട്, ഒരു പുതിയ ഡയമണ്ട് പിക്ക് എക്സ്ട്രാ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ പൊട്ടാറായ എടുത്ത് പെട്ടിക്കകത്ത് വെച്ചേക്കാം. ഡയമണ്ട് സ്റ്റിക്കെല്ലാം പോട്ടെ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് ഒരു ബക്കറ്റോടെ വെള്ളം എടുക്കാം. മറ്റേ അടുത്ത് അവിടെ ഒഴിച്ച് വഴിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഡയമണ്ട്സൊക്കെ മൈൻഡ് ചെയ്ത ഒരു വഴിയില്ലേ, ഒരു കേവ് ചെന്ന് എൻ്റെ ആവുന്ന സ്ഥലത്ത് ഈ ഒരു സ്പോണർ ഇരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഈ കേവാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇതുവഴി നമുക്ക് അങ്ങോട്ട് പോകണം. ഇവിടെയൊക്കെ ഒരു സ്റ്റെപ്പൊക്കെ റെഡിയാക്കിയായിരുന്നു. ഇനി നമുക്ക് അങ്ങോട്ട് പോകണം ഗൈസ്. ഇങ്ങോട്ടേക്കാണ് സ്പോണർ. ഇതുവഴി വന്നിട്ട് ഇതിനകത്താണ് സ്പോണർ നമ്മൾ നേരത്തെ വെച്ച ആ വഴി. ഇവിടെ ആയിരുന്നു തോന്നുന്നു. അതിലിരിക്കുന്നു. ഓക്കെ, ഞാൻ കുറച്ച് ലാപ്പിസ് ഹണ്ടിങ്ങിന് പോയായിരുന്നു. എനിക്ക് കുറച്ച് ലാപ്പിസ് കിട്ടി. 1.5 സ്റ്റാക്ക് അടുപ്പിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഏറ്റവും ആവശ്യം വേണ്ടത് ഈ ഒരു ഇൻസൈറ്റിംഗ് സ്റ്റേഷന്. നമുക്ക് ഈ ഒരു ഫാം ഉണ്ടാക്കാൻ തുടങ്ങാൻ കഴിച്ചു. ഓക്കെ, എന്നിട്ട് അടച്ചു വെച്ചേക്കാം. ഓക്കെ, ഇപ്പോഴത്തേക്ക് മാത്രമാണ്. ഓക്കെ, ഈ XP ഫാം ഉണ്ടാക്കാൻ വെച്ചിട്ട് ടൈം ലാപ്സ് നിങ്ങൾ കണ്ടിട്ടോ. ഓക്കെ, ഞാൻ ആ ഫാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇത് കണ്ടിട്ടുണ്ട്. സോംബീസ് എല്ലാം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ലെവൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ ഒട്ടം ചത്തുപോയി. ഓക്കെ, ഞാനിവിടെ കുറച്ചൊരു വെള്ളം നടത്തിച്ചിട്ട് കുറച്ചൊരു നേഫ്ക്ക് എന്നായിരുന്നു. ഓക്കെ, പക്ഷേ ഏതൊരു സോംബി എന്നെ അടിച്ചു വന്നു. ഞാൻ നേഫ്ക്ക് എന്ന് കഴിഞ്ഞപ്പോഴാണ് നോക്കിയത്. എങ്ങനെ ചത്തുന്നതെന്ന് എനിക്കറിയത്തില്ല. വല്ല സോംബി കൊണ്ട് ചത്തുന്നാണ് പറഞ്ഞത്, പക്ഷേ ഇങ്ങനെയാണ് സോംബി വന്നതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ താഴെ എന്നാലും എനിക്ക് അമ്മമാർക്ക് എന്നെ കാണാൻ പറ്റില്ല. അടിക്കാൻ പറ്റത്തില്ല, തിരിച്ചടിക്കാൻ പറ്റത്തില്ല. പുറത്തുനിന്ന് പറയാൻ സാധ്യതയില്ല, കാരണം ഇവിടെ ഈ ബ്ലോക്ക് ചടച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു ബ്ലോക്കിൻ്റെ ഈ ഒരു സൈഡിൽ വന്നിട്ട് അടിച്ചായിരിക്കും ആ സോംബിക്ക് അങ്ങനെ പറ്റും. ഓക്കെ, അങ്ങനെ മരിച്ചാൽ തോന്നുന്നു. ഓക്കെ, എന്തായാലും ഇനി ഓഫ് ക്യാമറ ഇവിടെ നല്ല കുറേ ലെവലൊക്കെ ഒപ്പിച്ച് വേണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ ഗൈസ്. അടുത്ത എപ്പിസോഡ് കാണാം.